ഗൂഗിളിലേക്ക് എത്തിരിക്കാൻ പോകാം. ഗൂഗിൾ, തുടരാം. എന്താണ് സംഭവിച്ചത് ഇതിന് ശേഷം, ഈ ഒരു തർക്കത്തിന് ശേഷം അവിടെ എന്തുണ്ടായി? അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. ഈ വാഹനങ്ങളുടെ ഒരു വാഹന വ്യൂഹമായിട്ടാണ് അവർ പോയിരുന്നത്. അങ്ങനെ ആ വാഹനത്തിന്റെ തൊട്ടു പിന്നിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. പ്രവർത്തകർ എത്തിയപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇതിൽ നിന്ന് ഒരു സ്ത്രീ, ആദ്യം ശോഭാ സുരേന്ദ്രൻ ഈ വീടിലേക്ക് കയറി, അതിനുശേഷം അവർ തിരികെ വന്നതിന് ശേഷം മറ്റൊരു സ്ത്രീ ഇങ്ങോട്ട് ഈ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് അവർ കാറിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഈ ഭാഗത്ത് വച്ച് ഈ വീടിന്റെ ദൃശ്യങ്ങൾ എടുത്തത്. അങ്ങനെ ദൃശ്യങ്ങൾ എടുത്തപ്പോൾ അതിലാണ് ഒരു സാധനം, കയ്യിൽ ഒരു സാധനം ഇങ്ങനെ കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം പിന്നീടാണ് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. കുറച്ച് CPM പ്രവർത്തകർ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ കണ്ണാടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ CPM നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള വല്ല ആരോപണങ്ങളും ഉണ്ടായിരുന്നു? നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിരുന്നു? കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 17 സീറ്റിൽ 12 സീറ്റ് നേടി. 2 സീറ്റ് നേരിയ ഭൂരിപക്ഷത്തിലാണ് നഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ UDFും BJPയും നിലംപരിശാവുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ ഭാഗമായി BJPയും കോൺഗ്രസും ഉൾപ്പെടെ വലിയ ഭീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. ഈ ശോഭാ സുരേന്ദ്രനെതിരെ പലരും ഇങ്ങനെയൊരു ഇതിനു മുൻപും പണം നൽകിയെന്നുള്ള ആരോപണമൊക്കെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്, അത് ആ സമാനമായ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? അതേ ആരോപണം തന്നെയാണ് കോൺഗ്രസും വെച്ചിട്ടുള്ള അതേ ആരോപണം തന്നെയാണിത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാ നിലയിലും ഇത്തരം പ്രവർത്തനങ്ങൾ വന്ന സമയം തുടങ്ങി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായ തെളിവില്ലാത്തത് കൊണ്ടും കൃത്യമായ ആളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ നിന്നത്. ഇന്ന് കൃത്യമായ ആളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശിന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രചരണത്തിൽ മിക്കവാറും ആളുകൾ സാരി ഉടുത്തു വന്നതുൾപ്പെടെ സാരി BJPയുടെ സ്ഥാനാർത്ഥി സ്പോൺസർ ചെയ്ത് തന്നെയാണ്. അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള ആളുകളാണ്, അല്ലാതെ സാധാരണ പ്രവർത്തകർ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ അമ്പലങ്ങളിൽ ഉൾപ്പെടെ പൈസകൾ കൊണ്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. ഇത്തരം സ്വാധീനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള വലിയ മേൽക്കൈയാണ്. ആ മേൽക്കൈന്റെ ഭീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് സാരി പലയിടങ്ങളിലും വിതരണം ചെയ്തു എന്നുള്ള ചില കാര്യങ്ങളും ചില വാട്സപ്പ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് ചില ഫോട്ടോകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും നമുക്ക് കൃത്യമായ ആധികാരികത ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വലിയൊരു ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെ തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ശോഭാ സുരേന്ദ്രൻ എന്താണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? എന്താണ് അവിടെ ഒരു സിറ്റുവേഷൻ ഈ രീതിയിൽ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി നിജസ്ഥിതി അറിയണം. അവിടെ കമ്മീഷന്റെ ഇടപെടലും വളരെ പ്രധാനപ്പെട്ടതാണ്. ജില്ലാ കളക്ടർ അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം കമ്മീഷന് മുൻപാകെ നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോയേക്കാം.